മതിയാക്കാതെ നായകൻ ഹർദിക് പാണ്ഡ്യ ഈഗോ കാണിച്ച് മൂലക്കിരുത്തിയ താരമാണ് ജസ്പ്രീത് ബുംറ. രോഹിത് ശർമ്മയ്ക്ക് നായകസ്ഥാനം നഷ്ടമായതോടെയാണ് ബുംറയ്ക്കെതിരെ മുംബൈയിൽ കല്ലുകടി ആരംഭിക്കുന്നത്. നേരത്തെ ഹിറ്റ്മാനു ശേഷം മുംബൈ ഇന്ത്യൻസിനെ നയിക്കുക ബുംറയാണെന്ന് അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഹർദിക്കിന്റെ വരവ്. ഇതോടെ ടീം സ്പിരിറ്റ് താളം തെറ്റി. ബുംറ ടീം വിടുമെന്ന് വരെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതുണ്ടായില്ല. കളത്തിലേക്ക് നീണ്ട ഈഗോ ഓപ്പണിംഗ് സ്പെല്ലിൽ നിന്ന് ബുംറയെ മാറ്റി നിർത്തുന്നതുവരെ എത്തിച്ചു. എന്നാൽ സമ്മർദ്ദങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്ന് 2020 ലോകകപ്പിൽ അയാൾ തെളിയിച്ചു. മത്സരങ്ങളിൽ നിന്നായി 11 വിക്കറ്റുകൾ, ആകെ എറിഞ്ഞത് 138 പന്തുകൾ, ഇതിൽ 86 ബോളുകളും ഡോട്ട്. ഇക്കണോമി റേറ്റ് 4. അഫ്ഗാനിസ്ഥാനെതിരെ എറിഞ്ഞ 24 പന്തുകളിൽ 20 എണ്ണവും ഡോട്ട്. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഇൻക്രെഡിബിൾ പെർഫോമൻസ്. ബുംറ അളന്നു മുറിച്ചെറിയുന്ന യോർക്കറുകൾ കളിക്കാൻ ബാറ്റർമാർ വിയർക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. ഷോർട്ട് പിച്ച് പന്തുകളും സ്ലോ കട്ടറുകളും എറിഞ്ഞ് നിർണായക അവസരങ്ങളിൽ ബ്രേക്ക് ത്രൂകൾ സൃഷ്ടിച്ചു. IPL-ൽ 6.4 ഇക്കണോമിയിൽ പന്തെറിഞ്ഞപ്പോൾ ലോകകപ്പിൽ അത് 4-ലേക്ക് ചുരുങ്ങി. 2020 മത്സരമാണെന്ന് മറന്നാണ് മിക്ക ബാറ്റർമാരും ബുംറയെ നേരിട്ടത്. സെമിയിൽ ഇംഗ്ലണ്ടിന് ഏറ്റവും വെല്ലുവിളി ഉയർത്താൻ പോകുന്നതും ബുംറയുടെ സ്പെല്ലുകളായിരിക്കും. ഇനി ലോകകപ്പ് നടന്നത് ബൗളർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചിലാണെന്ന് ന്യായീകരിക്കേണ്ട. നന്നായി തല്ലുവാങ്ങിയ ലോകോത്തര ബൗളർമാരും ഈ ടൂർണമെന്റിലുണ്ട്. ഏകദിന ലോകകപ്പ് ഫൈനലിലെ മുറിവുണങ്ങാതെയാണ് ഇന്ത്യ സൂപ്പർ 8-ലെ നിർണായക മത്സരത്തിന് ഇറങ്ങുന്നത്. വിജയിച്ചാൽ ഓസീസിന് നാട്ടിലേക്ക് ടിക്കറ്റ് കൊടുത്തുവിടാൻ ഹിറ്റ്മാന് സാധിക്കും. അഹമ്മദാബാദിലെ മുറിവിന് താൽക്കാലിക ആശ്വാസവും. പ്രതീക്ഷ പോലെ ഇന്ത്യ മികച്ച ടോട്ടൽ കണ്ടെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് ആകട്ടെ ഒട്ടും മോശക്കാരല്ല. ബുംറയെ പവർ പ്ലേയിലെ ഒരു ഓവറിൽ ട്രാവിസ് ഹെഡ് 3 ബൗണ്ടറി അടിച്ചു. ഇതോടെ കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ഹിറ്റ്മാന് വ്യക്തമായിരുന്നു. കളി മുറുകെ പിടിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന സാഹചര്യത്തിൽ 17-ാം ഓവറിൽ ബുംറ തിരികെ എത്തുന്നു. ക്രീസിൽ ട്രാവിസ് ഹെഡ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ ഷോട്ടുകൾ കളിച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുക മാത്രമാണ് ഹെഡിനു മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അയാൾ കൂടുതൽ അപകടകാരിയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിത സ്ലോ കട്ടർ എറിഞ്ഞ് ബുംറ ഹെഡിനെ ഡഗ്ഔട്ടിലെത്തിച്ചു. സെക്കൻഡ് സ്പെല്ലിൽ ബുംറ കളിയുടെ ഗതി തന്നെ മാറ്റിയെന്ന് പറയാം. മത്സരത്തിൽ ഇന്ത്യ ജയിച്ചതോടെ ഓസീസ് സെമി കാണാതെ പുറത്താവുകയും ചെയ്തു. സമ്മർദ്ദങ്ങളോട് പലരും വിവിധ രീതികളിലാണ് പ്രതികരിക്കുക. ചിലർ കരിയറിൽ തന്നെ നിറം കെട്ടുപോയേക്കാം. പക്ഷേ IPL-ൽ നിന്നുണ്ടായ സമ്മർദ്ദം വളരെ പോസിറ്റീവായാണ് ബുംറ അപ്രോച്ച് ചെയ്തത്. അതിന്റെ ഫലം ലോകകപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. പാണ്ഡ്യയും മുംബൈ മാനേജ്മെന്റും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബുംറയാണ് ഹീറോ, ഇന്ത്യയുടെ സ്വന്തം ഗോഡ്. He's not going to leave it for Saifuddin. India finished this game off.